ഇന്നത്തെ സ്പെഷ്യൽ എഗ് റോസ്റ്റ്, സിമ്പിൾ എഗ് റോസ്റ്റ്. അപ്പോൾ എഗ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് സവോള ഇങ്ങനെ കേട്ടോ കട്ട് ചെയ്യേണ്ടത്. ഞാൻ 3 സവോളയാണ് എടുത്തേക്കുന്നത്. ഇടയ്ക്ക് മോള് വന്ന് ഡയലോഗ് അടിക്കുക കേട്ടോ. അപ്പോൾ സവോള എല്ലാം കട്ട് ചെയ്ത ശേഷം ഒരു പാൻ ചൂടാൻ വയ്ക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുന്ന ടൈമിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവോള ഇടുക കേട്ടോ. സവോള ഒന്ന് വഴന്ന് വരുന്ന ചെറുതായിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് 1 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് ഇളക്കി ഒന്ന് ക്ലോസ് ചെയ്ത് വയ്ക്കുക. ഒരു 2 മിനിറ്റ്സ് ഇതൊന്ന് കുക്കാവട്ടെ. ആ ടൈം ഗ്യാപ്പിൽ നമുക്ക് ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളി കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് പേസ്റ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി നല്ലോണം പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അത് കൂടി നമ്മുടെ സവോളയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എഗെയിൻ ഒന്ന് ഇളക്കുക, ക്ലോസ് ചെയ്ത് വയ്ക്കുക. എല്ലാം ഒരു 2 മിനിറ്റ്സ് നമ്മൾ എല്ലാ ഐറ്റംസും ഇട്ടിട്ട് ക്ലോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 മിനിറ്റ്സ് കഴിഞ്ഞ് വീണ്ടും ലിഡ് ഓപ്പൺ ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചു കൊടുക്കുക. എഗെയിൻ ഇളക്കുക, വീണ്ടും ക്ലോസ്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് 1 തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നതും കൂടി ഇട്ട് കൊടുക്കുക. എഗെയിൻ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ക്ലോസ് ചെയ്ത് ഒരു 2 മിനിറ്റ്സ് വയ്ക്കാം. 2 മിനിറ്റ്സിന് ശേഷം ലിഡ് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. മല്ലിയിലയും കൂടി ഇട്ടതിന് ശേഷം എഗെയിൻ നമ്മുടെ സ്ഥിരം പ്രോസസ്സ് ക്ലോസ് ചെയ്ത് വയ്ക്കുക. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇതെന്താ ഈ കൊച്ചു കുറേ നേരം ഉണ്ട് അടയ്ക്കാതെ തുറക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനെ ചെയ്താലല്ലേ നമ്മുടെ അടിപൊളി കറി റെഡി ആവത്തുള്ളൂ. ക്ഷമ മുഖ്യം ബിഗിലേ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പ്യുവർലി ഓപ്ഷണലാണ്. അപ്പോൾ അതൊന്ന് ഇട്ടതിന് ശേഷം നമുക്കിനി നമ്മുടെ മസാലാസ് ഇടാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇതെല്ലാം ഒന്ന് 1 മിനിറ്റോളം ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കുക. അതിലേക്ക് 1 സാഷേ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ഒഴിച്ചു കൊടുക്കുക. എഗെയിൻ ഒരു 1 മിനിറ്റ് ഒന്ന് ഇളക്കുക. ശേഷം നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കേട്ടോ, വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കുക. എഗെയിൻ ഒരു 2 മിനിറ്റ്സ് കൂടി കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി എഗ് റോസ്റ്റ് ഇവിടെ റെഡി. സോ എല്ലാവരും ഈ എഗ് റോസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്യുന്ന ടൈമിൽ കൂടെ മുട്ട ബോയിൽ ചെയ്യാനും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊരു സെർവിങ് ബൗളിലേക്ക് ഇത് മാറ്റുക. മുട്ടയും കൂടി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കറി റെഡി. സോ